ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോയ ചങ്ക്സ് കറിയുടെ റെസിപ്പിയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ആ ഓയിലൊന്ന് ചൂടാകുമ്പോഴേക്കും നമ്മുടെ ഹോൾ സ്പൈസസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു വയണയിലയും ഒരു 3 ഗ്രാമ്പു ചേർത്തിട്ടുണ്ട്. ചെറിയ 2-3 കഷ്ണം പട്ടയും ഒരു സ്റ്റാറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി കൂടെ ഒരു ടീസ്പൂണോളം വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരുംജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10-20ഓളം കുഞ്ഞുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുള്ളി നന്നാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സവാള ചേർത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണവും ഇനി ഒരു 5-6 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുള്ളി തന്നെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പം പറ്റുമെങ്കിൽ അത് തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചേക്കണേ. ഇനി ഇത് ജസ്റ്റ് ഒന്നങ്ങ് മിക്സാക്കി ഒന്ന് നന്നായിട്ടൊന്ന് വേവുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. എന്ന് കരുതിയിട്ട് നിറം മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ദാണ്ട ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവൊക്കെ ആകുമ്പോഴേക്കും ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളി കുറയ്ക്കരുത് കേട്ടോ, 2 തന്നെ ചേർക്കുന്നതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ 2 തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചേക്കണേ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം, അപ്പോഴേക്ക് പെട്ടെന്നാവും. ഇപ്പോൾ ദാണ്ട് തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒന്ന് കുഴഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ സമയമൊക്കെ ആകുമ്പോഴേക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ട് ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ദാണ്ട് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതും ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി. ഒരുപാട് നേരമായിട്ട് കളറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സോയ ചങ്ക്സ് കറിയിൽ നിന്ന് വ്യത്യസ്ത ഒരു ടേസ്റ്റാണ്. ഈ സോയ ചങ്ക്സ് കറി ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഇത്. കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചിലർ പറയുന്നേക്കാം സോയ ചങ്ക്സിന് പ്രത്യേക ഒരു സ്മെല്ലാണെന്നൊക്കെ. അങ്ങനെ ഒന്നും നമുക്ക് തോന്നില്ല. ഒരു പ്രത്യേക ടേസ്റ്റിലാണ് ഇത് കിട്ടുന്നത്. ഇപ്പോൾ ദാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ പാകമൊക്കെ ആകുമ്പോഴേക്കേ നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ഒരുപാട് നേരമായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, കാര്യം ഇതെല്ലാം ഓൾറെഡി ഒന്ന് വേവിച്ചെടുത്തതാണ്. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമുളകൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിതിലേക്ക് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതാണ്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് മതിയാവുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഞാൻ എരിവ് പൊതുവേ കുറയ്ക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ പച്ചമുളകൊന്നും ഞാൻ ഇനി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിതൊന്നും ചേർക്കുന്നില്ല. കുരുമുളകൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇതാണ്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി ആ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം.
ഇപ്പോൾ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതായത് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വളരെ കുറച്ച് വെള്ളത്തിൽ നമ്മളിതൊന്ന് തിളപ്പിക്കുമ്പോഴേക്കും ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറാനുണ്ടെങ്കിൽ, വേവാനുണ്ടെങ്കിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടി ഒരു പ്രത്യേക ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ഒരു പച്ച ചുവ നമുക്ക് അറിയേയില്ല ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോൾ. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നവരെയും ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് ഞാനൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇതുവരെയും ഉപ്പൊന്നും നമ്മൾ ഈ ഗ്രേവിക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് അല്പം കുറച്ചിട്ടാൽ മതി. നമ്മൾ സോയ ചങ്ക്സ് ഒക്കെ വേവിച്ച സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോയ ചങ്ക്സ് വേവിച്ചത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഓൾറെഡി സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുറേ വീഡിയോകളിൽ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെയും ഒന്നങ്ങ് വേവിച്ചെടുക്കാം, തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാണ്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, മുകളിലായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത സോയ ചങ്ക്സ്, അതായത് ചൂടുവെള്ളത്തിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കുറച്ചൊന്ന് തിളപ്പിച്ച് അതൊന്ന് ഊറ്റി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അതിന് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയും വെള്ളം പോരാ, കുറച്ച് വെള്ളം കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെള്ളം ചേർക്കാം. ഞാനൊരു 1 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. മിക്സാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എനിക്ക് കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ചേർത്തില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഗ്രേവിയൊക്കെ നന്നായിട്ട് ആ സോയ ചങ്ക്സിലൊന്ന് പിടിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2, 3, 4, 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തണ്ട് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ആ സോയ ചങ്ക്സിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയൊക്കെയാണ് ഇതിന്. ഒരു വ്യത്യസ്ത ടേസ്റ്റിലാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ നിങ്ങൾക്കിത് ചെറിയ സോയ ചങ്ക്സിലല്ല വലിയ സോയ ചങ്ക്സിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യാം. ഇനി നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.